പ്രസില പറ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരമായിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അല്ലേ? ഒരു പ്രാവശ്യം ഓർമ്മയുണ്ട്, ഇവർ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഐ വാസ് മദ്രാസിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഐ വാസ് ലൈക്ക് ഇവരുടെ സർഗം പടം, ഇറ്റ് വാസ് ഐ ഹവ് സീൻ ഇറ്റ്. എൻ്റെ പടം കണ്ടപ്പോൾ ഇവർ എന്നെ രാത്രി വിളിച്ചു, നീ ഉറങ്ങിയിട്ടില്ലേ? പറഞ്ഞു ഇല്ല, ഐ എം വാച്ചിങ് യുവർ ഫിലിം. പറഞ്ഞു നിനക്ക് എന്താന്ന് കിടന്ന് ഉറങ്ങ്. It was like they played it around 11 o'clock. 11 because she had class next day early. 1:30 മണി 2 മണി വരെ അതിരുന്ന് കണ്ടു. I was sitting and watching it. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ I get to see, but he'll never bring his films. ഒന്നും കൊണ്ടുവരില്ല. So അങ്ങനെ. So first of all, I'm very very happy that I've got a loving husband like him. Not only that, And you are so proud also, അല്ലേ? And you are very proud. You are having a very good actor and you are having a very good dancer husband. അത് മാത്രമല്ല, it's his family. എനിക്ക് എന്നെ എന്താ പറയുക, ഒന്നും അറിയാണ്ട് തന്നെ I've got a lovely and a very loving mother-in-law. അത് എൻ്റെ മോളെ പോലെ തന്നെ നോക്കും, more than him. ഞാൻ പറയുന്നതാണ്, അതൊക്കെ എൻ്റെ വേർഡാണ്. അതിനാണ് വാല്യൂ. പിന്നെ എല്ലാവരും ഉണ്ട്. I have everybody around me. അപ്പം എനിക്കൊന്നുമില്ല പറയാൻ. ഞാൻ പെട്ടെന്ന് ചില ചോദ്യങ്ങൾ പിന്നെ എന്നോട് ചോദിക്കാം. അതിനപ്പം തോന്നുന്ന ഉത്തരങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് സിനിമാഭിനയം, നൃത്തം, ഇതിലേതിനോടാണ് കൂടുതൽ ഇഷ്ടം? രണ്ടും ഒരേ തട്ടിലാണ്. ഒരു സിനിമാ നടനായില്ലായിരുന്നെങ്കിൽ ഒരു ഡോക്ടറാവുമായിരുന്നു. പ്രേമം എന്ന് പറയുന്നത് നമുക്ക് ഒരു മനുഷ്യ സഹജമായ ഒരു വികാരമാണ് അല്ലേ? ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ക്രഷസ് എന്ന് പറയും, അതുണ്ടായിട്ടുണ്ട്. ഇനി രണ്ടുപേരെയും എന്നൊരു ഉത്തരം പറയാതെ ഞാൻ ചോദിക്കുന്ന ഒരാളെ ഉത്തരം പറയാം. ഹരിഹരനെയാണോ ഭരതനെയാണോ കൂടുതൽ ഇഷ്ടം? ഹരിഹരൻ സാറിനെയും ഭരതൻ സാറും രണ്ടും എൻ്റെ ഗുരുക്കന്മാരാണ്. ഞാൻ പറഞ്ഞു ഗുരുക്കന്മാരൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് അറിയേണ്ടത്. അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ ഓൾ ഗ്രേറ്റ് പീപ്പിൾ. വിനോദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്നത് എന്തിനാണ്? ജനങ്ങളുടെ സ്നേഹം, ഒരു കലാകാരൻ എന്ന നിലയിൽ അവരുടെ അംഗീകാരം. ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ദുഃഖം അങ്ങനെ ആ ദുഃഖത്തിന് ഇട കൊടുക്കാറില്ല. കഴിയുന്നത്രയും ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. സങ്കടം വരും, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പോസിറ്റീവ് വശം ആലോചിച്ചിട്ട് അതങ്ങ് മറക്കും. തീർച്ചയായും. വെരി ഗുഡ്. ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ആരാധന തോന്നിയിട്ടുള്ള നടൻ ആരാണ്? അല്ല, അത് അഭിനയിക്കാതെ തന്നെ ആരാധന. കൂടെ അഭിനയിച്ചവർ വേണമെന്നില്ല, ഞാൻ പറഞ്ഞു ഇത്രയും സിനിമകൾ കണ്ട നിലയ്ക്ക് ആരാധന തോന്നുന്ന നടന്മാരുണ്ട്. എനിക്ക് ഒരുപാട് പേരുണ്ട്. ലൈക്ക് അത് ഈ ചോദ്യത്തിനെങ്കിലും ഒരാളെ ഉത്തരം പറയാൻ ആരാധന എന്ന് പറഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റിനും നമുക്ക് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓരോ തരത്തിൽ അവരുടെ ഇൻഡിവിജ്വൽ കാലിബറും കഴിവും ഉണ്ട്. സോ ആ കഴിവിനാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ആസ് എൻ ഓഡിയൻ ഓൾസോ ഐ എം സെയിങ്. പിന്നെ ആസ് എൻ ആക്ടർ സീനിയർ ആക്ടേഴ്സിനെ നോക്കിയിട്ട് അവരുടെ ടൈമിങ്ങും അതും ഇതൊക്കെ പഠിക്കും. ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കായാലും മലയാളത്തിലെ കമൽ സാർ, ഇങ്ങനത്തെ ലെജൻഡറി ആർട്ടിസ്റ്റ് ഹു ഹാവ് ബീൻ ദെയർ ഫോർ എ ലോങ് ടൈം. സോ അവരുടെയൊക്കെ പെർഫോമൻസസ് ആർ ലൈക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ആർട്ടിസ്റ്റ്. സോ അതുകൊണ്ട് ഒരാളെ പറയാൻ പറ്റില്ല. അങ്ങനെ എപ്പോഴും എല്ലാവരും ജെന്യൂനായ കലാകാരന്മാർ എന്നും ബഹുമാനിച്ചിട്ട്. ഞാൻ തോറ്റു, സമ്മതിച്ചു. ഇനി അടുത്ത് അസൂയ തോന്നിയിട്ടുള്ള ആക്ടർ ആരാണ്? ഒരുപാട് പേരുണ്ട് അസൂയ. എന്ത് കാര്യത്തിലാണ്? കാരണം ഒരാളുടെ പേര് പറയാം. നമുക്ക് എപ്പോഴെങ്കിലും ആ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയോ, അങ്ങനെയാണ് അസൂയ തോന്നുന്നത്. അതെനിക്കറിയാം. ഈ അസൂയ തോന്നുന്ന ആക്ടറുടെ പേരാണ് പോസിറ്റീവ് അസൂയ, സ്പോർട്ടീവ് അസൂയാണ്. അതാരോടാണ്? അതിപ്പോ ആലോചിക്കണം. കുറെ ആൾക്കാരുണ്ട്, ആലോചിച്ചോളൂ. ഒരുപാട് പേരുണ്ട്. എന്നാലും ഒരാളെ പറയാം. ഒരുപാട് പേരുള്ള ഒരാളെ പേര് ഇങ്ങനത്തെ ഒന്നും ഓർമ്മയിൽ വെക്കാറില്ല. എന്നോട് അസൂയ തോന്നിയിട്ടുണ്ട്? നിങ്ങളോട് അസൂയ തോന്നിയിട്ടില്ല, പക്ഷെ സ്നേഹം തോന്നിയിട്ടുണ്ട്. ശരി. ഇങ്ങനെയുള്ള ആളുകൾ എന്താ വിളിക്കണമെന്നറിയാമോ? കള്ളൻ. ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വിലപ്പെട്ട സമ്മാനമായിട്ട്, ആദ്യമായി ലഭിച്ച ഏറ്റവും വിലപ്പെട്ട സമ്മാനമായിട്ട് കരുതുന്നത് എന്താണ്? ആദ്യമായിട്ടും എന്നും എൻ്റെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹങ്ങൾ, അതാണ് ഏറ്റവും വിലപ്പെട്ട സമ്മാനം തന്നെ. തീർച്ചയായിട്ടും.